സയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കഴിഞ്ഞ വർഷത്തെ മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 7, 30, 90 etc. is an arithmetic sequence. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്? ഫൈൻഡ് ഇറ്റ്സ് 11th term. ഇതാണ് ക്വസ്റ്റ്യൻ. 7, 13, 19 etc. 19 etc. is an arithmetic sequence. ഇതൊരു arithmetic sequence ആണെന്ന് പറയുന്നുണ്ട്. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഡി എത്ര എന്നാണ് ചോദ്യം. ഡി എങ്ങനെയാണ് arithmetic sequence എന്ന്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, 30 മൈനസ് 7, അല്ലെങ്കിൽ 7ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 30 കിട്ടും നോക്കിയാൽ മതി. അപ്പോൾ ഡി കാണാൻ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ്? ഡി ഈസ് ഈക്വൽ ടു 6. ഇനി അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഈസ് 11th term. 11th term. 11th term കാണാനാണ് പറഞ്ഞത്. 11th term കാണാൻ എന്താ ചെയ്യാം? 11th term is equal to f plus 10 d കണ്ടാൽ മതി. f plus 10d. ഫസ്റ്റ് ടേം പ്ലസ് കോമൺ ഡിഫറൻസിന്റെ 10 ടൈംസ് 11th ടേം ആയതുകൊണ്ട്. 10th ടേം ആണെങ്കിലോ f plus 9d കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഈസ് ഈക്വൽ ടു f എത്രയാ? 7 പ്ലസ് 10 ഇൻറ്റു d എത്ര? 6 ഈക്വൽ ടു ഇവിടെ 7 പ്ലസ് 10 ഉണ്ട്, പക്ഷെ അത് ആഡ് ചെയ്യാൻ പാടില്ല. മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് അഡീഷൻ ചെയ്യാവൂ. അപ്പോൾ 7 പ്ലസ് 10 ഇൻറ്റു 6 എത്രയാ? 60 ഈക്വൽ ടു 67. അപ്പോൾ ഈ സീക്വൻസ് ഇതേപോലെ ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ 11th ടേം 67 എന്ന് കിട്ടും. അപ്പോൾ 11th ടേം കാണാൻ f plus 10d കണ്ടാൽ മതി എന്ന് നിങ്ങൾ അറിയണം. അതുപോലെ 8th ടേം ആണെങ്കിൽ എന്ത് കണ്ടാൽ മതി? f plus 7d. ഫസ്റ്റ് ടേം പ്ലസ് 7d കണ്ടാൽ മതി. f ഇവിടെ ഫസ്റ്റ് ടേം f ആണ്, 7 എടുക്കണം. Here f is the first term and d is the common difference of the sequence. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കാണാൻ ഏതെങ്കിലും ഒരു ടേമിൽ നിന്ന് അതിന്റെ പുറകിലുള്ള ടേം മൈനസ് ചെയ്താൽ മതി. നമുക്കിവിടെ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം. 30 മൈനസ് 7 6 എന്ന് കിട്ടും. 11th ടേം കാണാൻ f plus 10d കാണാം. അപ്പോൾ 10 ഇൻറ്റു d ഇവിടെ 6 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 7ഉം 10ഉം കൂടി കൂട്ടാൻ പാടില്ല. ഈ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് അതായത് 10 ഇൻറ്റു 6 ഇത് ചെയ്തതിന് ശേഷം 7 ആഡ് ചെയ്യാൻ പാടും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷത്തെ മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സർക്കിള് ഈ ആംഗിള് 120 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 120 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു സർക്കിൾ എന്ത് ചെയ്യാനുള്ള 120 ഡിഗ്രി തന്നിട്ട് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ട് ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. എ ഡോട്ട് ഈസ് പുട്ട് ഇൻസൈഡ് ദി സർക്കിൾ വിത്തൗട്ട് ലുക്കിംഗ് ഇറ്റ്. ഈ സർക്കിളിലേക്ക് നോക്കാതെ ഒരു ഡോട്ട് നമ്മൾ പെൻ കൊണ്ട് ഒരു ഡോട്ട് ഇടുകയാണ് എങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ടു ബി വിത്തിൻ ദ അൺഷെയ്ഡഡ് പാർട്ട്. അപ്പോൾ നമ്മൾ ഈ സർക്കിളിലേക്ക് നോക്കാതെ ഡോട്ട് ഇടുകയാണ്. അപ്പോൾ അൺഷെയ്ഡഡ് പാർട്ട് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ഡോട്ട് ഈ അൺഷെയ്ഡഡ് പാർട്ടിൽ വരാനുള്ള ചാൻസ് എന്താണെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് എത്രയാണ്? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇതൊരു സർക്കിളാണ്, ഇതൊരു സെക്ടറാണ്. ഈ ആംഗിൾ 120 ഡിഗ്രി തന്നിട്ടുണ്ട്. ഈ ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഈ ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ സർക്കിളിലേക്ക് നോക്കാതെ ഒരു ഡോട്ട് പെന്നുകൊണ്ട് ഒരു ഡോട്ട് ഇടുകയാണെങ്കിൽ ഈ അൺഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗത്ത് അത് വരാനുള്ള ചാൻസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതെന്താ ചെയ്യുക? ഈ അൺഷെയ്ഡഡ് പാർട്ടിൻ്റെ ഡിഗ്രി 120 ആണ്. അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 360 കണ്ടാൽ മതി. 360 ഏതാ? ഈ സർക്കിളിൻ്റെ ടോട്ടലാണ്, ടോട്ടൽ സർക്കംഫറൻസ് ആണ് 360 ഡിഗ്രി. അപ്പോൾ 120 ബൈ 360 സെൻട്രൽ ആംഗിൾ മൊത്തം 360 ആണ്. അപ്പോൾ 300 ടോട്ടലാണ്. താഴെ എഴുതുക 120, മുകളിൽ എഴുതുക. ഈ സിഫ്റ്റ് എത്ര വരും? ഈ 0 ക്യാൻസൽ ചെയ്യും, 1/3 വരും അല്ലേ? 13 അല്ലേ 36, 13 36. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. എന്താണ്? ഈ സർക്കിളിലേക്ക് നോക്കാതെ ഒരു ഡോട്ട് നമ്മൾ ഇടുകയാണ്, പെന്നുകൊണ്ട് ഒരു ഡോട്ട് ഇടുകയാണെങ്കിൽ അത് ഈ അൺഷെയ്ഡഡ് പാർട്ടിൽ ഈ ഭാഗത്ത് വരാനുള്ള ചാൻസ് എത്രയാണ്? അപ്പോൾ 120 ബൈ 360 എന്ന് എഴുതിയാൽ മതി. 360 ഏതാ? സം ഓഫ് ആംഗിൾസ് അറൗണ്ട് എ പോയിന്റ് 360 എന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് മൊത്തം 360 ആണ്. അപ്പോൾ ഈ ഷെയ്ഡഡ് പോർഷന്റെ സെൻട്രൽ ആംഗിൾ കാണാൻ എന്താ ചെയ്യേണ്ടത്? 360 എന്ന് ഈ 120 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ടു ബി വിത്തിൻ ദ ഷെയ്ഡഡ് പാർട്ട്. ഈ ഷെയ്ഡഡ് പാർട്ടിൽ വരാനുള്ള ചാൻസ് എത്രയാണ്? നമ്മൾ ഈ സർക്കിളിലേക്ക് നോക്കാതെ ഒരു ഡോട്ട് ഇടുകയാണ്. ഈ ഷെയ്ഡഡ് പാർട്ടിൽ വരാനുള്ള ചാൻസ് എത്രയാണ്? അപ്പോൾ നമ്മൾ ഈ ആംഗിൾ കണ്ടുപിടിക്കുക. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണെന്ന് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുക? 360 മൈനസ് 120 ആണ്. 360 മൈനസ് 120. 360 മൈനസ് 120 ഡിഗ്രി. ഈ സെൻട്രൽ ആംഗിൾ ആണ് കാണുന്നത്. എത്ര വരും? 240 വരും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? What is the probability that the dot to be within the shaded part? Shaded part വരാനുള്ള പ്രോബബിലിറ്റി ആണ് കാണുന്നത്. അപ്പോൾ എത്ര വരും? 240 divided by 360 കണ്ടാൽ മതി. അപ്പോൾ ഈ സെൻട്രൽ ആംഗിൾ ആണ് x ആണ് കണ്ടത്. x = 240 ഡിഗ്രി ഈ സെൻട്രൽ ആംഗിൾ. അപ്പോൾ 240 ബൈ 360 വെട്ടി പോകും. എത്ര വരും? 12 കൊണ്ട് വരിക. 12 2 24, 12 3 36. 12 × 2 ആണ് 24, 12 × 3 36. ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 2 കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ചെറുതായിട്ട് കൊണ്ടുവരിക. അപ്പോൾ അതിൻ്റെ ആൻസർ 2/3 ആണ്. 2/3. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കാണാൻ 1 - 1/3 കണ്ടാൽ മതി. 1 - 1/3, അതായത് 1 മൈനസ് ഈ 1/3. അപ്പോൾ നമുക്ക് 1 - 1/3 വരും, 2/3 വരും. ഇങ്ങനെ ചെയ്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഒരു സർക്കിള് ഇതിൻ്റെ ഇത്രയും ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ സെൻട്രൽ ആംഗിൾ 120 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കിളിലേക്ക് നോക്കാതെ ഒരു ഡോട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ ഈ അൺഷെയ്ഡഡ് പാർട്ടിൽ വരാനുള്ള ചാൻസ് എത്രയാണ്? അപ്പോൾ 120 ബൈ 360 കാണാം. എവിടുന്നാണ് 360 വന്നതാണ് സംശയം വരിക. അപ്പോൾ ഈ ഇത് മൊത്തം 360 ഡിഗ്രിയാണ്. അതാണ് 360 ടോട്ടലാണ് താഴെ എഴുതുക. ഇനി ഷെയ്ഡഡ് പാർട്ടിൽ വരാനുള്ള ചാൻസ് എത്ര? അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അതാണ് 360 മൈനസ് 120. ഈ മൊത്തം ആംഗിൾ 360 ആണ്. അതിന് 120 മൈനസ് ചെയ്യാം. അപ്പോൾ 240 വരും. 240 ബൈ 360 2/3 ആൻസർ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 1 - 1/3 കണ്ടാൽ മതി, 2/3 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ
ഇവിടെ AB is a chord of a circle of radius 3 cm. ഈ സർക്കിളിന്റെ റേഡിയസ് 3 cm എന്ന് തന്നിട്ടുണ്ട്. And AB is a chord ഇത് തന്നിട്ടുണ്ട്. AB makes a rectangle at the center. ഇവിടെ റെക്റ്റാങ്കിൾ ഉണ്ടാക്കുന്നു, 90 ഡിഗ്രി ഉണ്ടാക്കുന്നു. AB makes a rectangle at the center. What is the length of AB? ഈ കോഡിന്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോഡിന്റെ ലെങ്ത് കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. AB is equal to കോഡിന്റെ ലെങ്ത് കാണാൻ എന്താ ചെയ്യേണ്ടത്? AB is equal to 2r sin ഈ ആംഗിളിന്റെ പകുതി 90/2. 2r sin ഈ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതി. ഇത് നിങ്ങൾ രണ്ടാമത്തെ ടാൻജൻസ് എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കോഡ് കാണാനുള്ള ഫോർമുലയാണ് 2r sin ഈ സെൻട്രൽ ആംഗിൾ പകുതി. ഇവിടെ ആണെങ്കിൽ 45 വരും. ഇതിനെങ്കിൽ 90യുടെ പകുതി ഇവിടെ വരും, 45 വരും. അപ്പോൾ AB is equal to 2 into 3 into റേഡിയസ് 3 തന്നിട്ടുണ്ട് sin 45 ഡിഗ്രി equal to 6 into sin 45 1/√2. sin 45 ഉം cos 45 ഉം 1/√2 ആണ്. അത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ AB is equal to 6/√2. എന്താ ചെയ്യുക? ഇതിന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇൻറ്റു √2 ഇൻറ്റു √2 എത്ര വരും? 6√2/2. √2 into √2 2 ആണ്. മനസ്സിലായോ? √2 into √2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? √2 into √2 equal to root of 2 into 2 equal to √4 equal to 12. √2 into √2 2 ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ 6√2/2 എന്ന് വരും. ഇവിടെ 6 2ൽ ക്യാൻസൽ ചെയ്യാം 3 ടൈംസ്. അപ്പോൾ ഈക്വൽ ടു 3√2 എന്ന് വരും. 3√2 സെന്റിമീറ്റർ എന്ന് വരും. അപ്പോൾ ഈ ലെങ്ത് ഓഫ് ദ കോഡ് AB കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സർക്കിളിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഈ കോഡ് സർക്കിളിന്റെ സെന്ററിൽ 90 ഡിഗ്രി റെക്റ്റാങ്കിൾ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. റൈറ്റ് ആംഗിൾ ഉണ്ടാക്കുന്നു എങ്കിൽ ഈ കോഡിന്റെ ലെങ്ത് എത്രയാണ്? അപ്പോൾ കോഡിന്റെ ലെങ്ത് കാണാൻ ഫോർമുല 2r sin c/2 പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതി. അപ്പോൾ 90യുടെ പകുതി 45 sin 45 1/√2 പഠിച്ചിട്ടായിരിക്കണം. എന്നാലേ ചെയ്യാൻ പറ്റും. അപ്പോൾ 3√2 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ABCD is a rectangle എന്ന് പറയുന്നത്. കോർഡിനേറ്റ് ഓഫ് A 39 ആണ്. കോർഡിനേറ്റ് ഓഫ് C 812. കോർഡിനേറ്റ് ഓഫ് C 812 ആണ്. ഇതിൽ എന്താണ്? 2 opposite vertices of a rectangle whose sides are parallel to the coordinates axis. X axis ന് parallel ആണ് ഇത്. Y axis ന് parallel എന്ന് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, find the coordinates of other 2 vertices of the rectangle now. അപ്പോൾ B യുടെ കോർഡിനേറ്റ്സ് കാണണം, D യുടെ കോർഡിനേറ്റ്സും കാണണം. അതിന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള മെത്തേഡ് ഏതാ? ഇത് പെർപെൻഡിക്കുലർ ലൈൻ ആണ് അല്ലേ? പെർപെൻഡിക്കുലർ ലൈൻസിന്റെ x കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ലൈനിന്റെ x കോർഡിനേറ്റ് ഈക്വൽ ആയിട്ട് പറഞ്ഞാൽ 8 ആണെങ്കിൽ ഇവിടെ 8 എന്ന് വരും. ഇനി ഹൊറിസോണ്ടൽ ലൈനിന്റെ y കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 9 ആണ്. അപ്പോൾ 8 9 ആണ്.
ഇതിൻ്റെ കോർഡിനേറ്റ്സ് വരിക. മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. അതായത് വെർട്ടിക്കൽ ലൈൻസിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കണം. കുത്തനെയുള്ള വരകളുടെ എക്സ് സൂചക സംഖ്യകൾ തുല്യമായിരിക്കണം. അപ്പോൾ ഇത് 8 എന്ന് അറിയാം. അതുകൊണ്ട് ഇതിൻ്റെ കോർഡിനേറ്റ്സ് 8 എന്ന് വരും. ഇനി ഹൊറിസോണ്ടൽ ലൈൻ, അതായത് നമ്മുടെ ഭൂമിക്ക് പാരലൽ, അതായത് y ആക്സിസിന് പാരലൽ ലൈനിന്റെ y കോർഡിനേറ്റ്സ് ഈക്വൽ ആയിരിക്കും. ഇത് x ആക്സിസിന് പാരലലാണ്, ഇത് y ആക്സിസിന് പാരലലാണ്. ഇത് വെർട്ടിക്കൽ ലൈനിന്റെ x കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കണം, ഹൊറിസോണ്ടൽ ലൈനിന്റെ y കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കണം. അതുപോലെ ഇത് വരും d യുടെ കോർഡിനേറ്റ്സ്. ഇത് 3 ആണ്, അപ്പോൾ ഇത് 3 വരും. ഇത് 12 ആണ്, ഇത് 12 വരും. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. ബി ഡിയും സി ഡിയുടെയും കോർഡിനേറ്റ്സ് കാണാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾ ആണ്. ഈ ലെങ്ത്തും ബ്രെഡ്ത്തും കാണണം. അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു എത്ര വരും? എ ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് മോഡുലസ് 8 - 3 കണ്ടാൽ മതി. മോഡുലസ് 8 - 3 equal to modulus 5 equal to 5. അപ്പോൾ ഈ വീഡിയോ ലെങ്ത് 5 സെന്റിമീറ്റർ എന്ന് വരും. അപ്പോൾ സി ഡി എ ബി സി സി ഡി രണ്ട് പാരലാണ്, ഈക്വൽ ആണ്. പാരലൽ എന്താണ്? റെക്റ്റാങ്കിൾ ആണ്, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ ബി 5 ആയതുകൊണ്ട് സി ഡിയും 5 ആണ്. ഇനി നമുക്ക് ബി സി കണ്ടു നോക്കാം. ബി സി is equal to modulus, നമുക്ക് y കോർഡിനേറ്റ് ഈക്വൽ ആണ്, y കോർഡിനേറ്റ് അല്ല x കോർഡിനേറ്റ് ഈക്വൽ ആണ്. അപ്പോൾ y കോർഡിനേറ്റിന്റെ ഡിഫറൻസ് എന്താവും? 12 - 9 എത്ര വരും? മോഡുലസ് 3 എന്ന് വരും. അത് പുറത്ത് എഴുതുമ്പോൾ എത്ര എഴുതണം? 3 എന്ന് എഴുതണം. അപ്പോൾ എ ബിയുടെ ലെങ്ത്തും സി ഡിയുടെ ലെങ്ത്തും 5 എന്ന് വരും. ബി സിയുടെ ലെങ്ത്തും എ ഡിയുടെ ലെങ്ത്തും 3 സെന്റിമീറ്റർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, find the length of the sides of the rectangle whose perimeter is 80 cm and area 351 cm square. ഒരു റെക്റ്റാങ്കിൾ ഇതിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ is equal to 80 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഏരിയ is equal to 351 സെന്റിമീറ്റർ സ്ക്വയർ എന്നത്. ഇത് റെക്റ്റാങ്കിൾ ആണ്. ഇതിന്റെ പെരിമീറ്റർ 80 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതായത് പെരിമീറ്ററാണ് ചുറ്റളവ് 80 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഏരിയ പറഞ്ഞ പരപ്പളവ്, ഈ ചതുരത്തിന്റെ പരപ്പളവ് 351 സെന്റിമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾ. ഈ ലെങ്ത് എത്ര, ബ്രെഡ്ത്ത് എത്ര എന്നാണ് ചോദിക്കുന്നത്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾ. അപ്പോൾ നമുക്ക് ഇതിന്റെ ലെങ്ത് x എന്ന് എടുക്കാം, ലെങ്ത് x എന്ന് എടുക്കാം, ബ്രെഡ്ത്ത് b എന്ന് എടുക്കാം. ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് x സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഈസ് b സെന്റിമീറ്റർ എടുക്കാം. അപ്പോൾ ഇനി പെരിമീറ്റർ എന്ന് പറയുന്നതാണ് ലെങ്ത്. ലെങ്ത് ഈസ് ഈക്വൽ ടു x സെന്റിമീറ്റർ എടുക്കുക, ബ്രെഡ്ത്ത്
ബി എന്ന് എടുത്തിട്ടുണ്ട്. ഇനി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 into length plus breadth is equal to 18 തന്നിട്ടുണ്ട്. ഇത് പെരിമീറ്റർ കാണാനുള്ള ഫോർമുലയാണ്. ഇതിന്റെ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കാണാൻ എന്ത് ചെയ്താൽ മതി? 2 into length plus breadth കണ്ടാൽ മതി. രണ്ട് നീളം രണ്ട് വീതി, അതാണ് 2 into l plus b കൊണ്ടാണ്. 2 into x plus b is equal to 18 തന്നിട്ടുണ്ട്. പെരിമീറ്റർ 80 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ x plus b എത്ര വരും? x plus b is equal to 80/2. ഈ 2 താഴേക്ക് എഴുതാം. അപ്പോൾ x plus b is equal to എത്ര വരും? 40 എന്ന് വരും. അപ്പോൾ b എത്ര വരും? അപ്പോൾ 40 minus x എന്ന് വരും. ഈ x നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. x plus b 40 ആണെങ്കിൽ b കാണാൻ x നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. 40 minus x എന്ന് വരും. അപ്പോൾ ലെങ്ത് x ഉം ബ്രെഡ്ത്ത് എത്ര കിട്ടി? 40 minus x എന്ന് കിട്ടി. 40 minus x. ബ്രെഡ്ത്ത് 40 minus x ഉം ലെങ്ത് x എന്ന് കിട്ടി. ഇനി നമുക്ക് ഏരിയയിലേക്ക് പോവാം. ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ലെങ്ത് x എന്ന് എടുത്തിട്ടുണ്ട്, ബ്രെഡ്ത്ത് 40 minus x എന്ന് കിട്ടി. അപ്പോൾ x into 40 minus x ആണ് 351. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. റെക്ടാംഗിളിന്റെ ഏരിയ കാണാം, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഇത് മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു. x into 40 minus x is equal to 351. ഇത് മനസ്സിലായിട്ട് തോന്നുന്നു. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ഇൻറ്റു ചെയ്ത ഏരിയ കിട്ടും റെക്ടാംഗിളിന്റെ. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് is equal to 351. ഏരിയ 351 സെന്റിമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എഴുതുക. ഇനി അപ്പോൾ x കൊണ്ട് 40 നെ മൾട്ടിപ്ലൈ ചെയ്യുക, x കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 40 into x 40x minus x square, x into x square is equal to 351. ഇനി ഇതിൽ ഓരോ ഇവിടെ x square മൈനസ് ആയതുകൊണ്ട് ഇതിലെ ഓരോ ടേമിനെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ഈച്ച് ടേം ബൈ -1. Multiply each term by -1. -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇത് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -40x എന്ന് വരും. ഇത് പ്ലസ് ആവും അല്ലേ? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ആവും. ഈക്വൽ ടു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് പോസിറ്റീവ് ആവും, പോസിറ്റീവ് നെഗറ്റീവ് ആവും. അതാണ് ചെയ്യുക. അപ്പോൾ ഇത് നെഗറ്റീവ് ആയി, ഇത് പോസിറ്റീവ് ആയി, ഇത് നെഗറ്റീവ് ആയി. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? x സ്ക്വയർ ആദ്യം എഴുതാം. x സ്ക്വയർ മൈനസ് 40x ഈസ് ഈക്വൽ ടു -351. മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. ഇവിടെ x ന്റെ കോഎഫിഷ്യന്റ് -40, അതിന്റെ പകുതി. എന്താ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്? ഒന്ന് x ന്റെ കോഎഫിഷ്യന്റ് എത്രയെന്ന് നോക്കുക, -40. രണ്ടാമത്തെ സ്റ്റെപ്പ് -40 യുടെ പകുതി കാണുക, -20. മൂന്നാമത്തെ സ്റ്റെപ്പ് -20 യുടെ സ്ക്വയർ എത്രയാ? 400 എന്ന് വരും അല്ലേ? നെഗറ്റീവിന്റെ സ്ക്വയർ ചെയ്താൽ പോസിറ്റീവ് ആവും. 400 ഇവിടെ ആഡ് ചെയ്യും. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിന്റെ സ്റ്റെപ്സ്. x ന്റെ കോഎഫിഷ്യന്റ് എത്രയാണെന്ന് നോക്കുക, -40. അതിന്റെ പകുതി കാണുക, -40 യുടെ പകുതിയാണ് -20. അതിന്റെ സ്ക്വയർ 400 ഇവിടെ LHS-ലും RHS-ലും ആഡ് ചെയ്യും. ഇതാണ് മെത്തേഡ്സ്. ഇവിടെ എത്ര ആഡ് ചെയ്യണം? x square minus 40x
plus 400 is equal to minus 351 plus 400. രണ്ട് സൈഡിലും 400 ആഡ് ചെയ്യുക. ഇതിനെ ഈ LHSനെ x minus 20 whole square എഴുതാം. is equal to 400 351 മൈനസ് ചെയ്യാം. 400 മൈനസ് 49. 400 minus 351 49 എന്ന് വരും. അപ്പോൾ x minus 20 is equal to root of 49. X minus 20 is equal to plus or minus 7. 49 square root ആണ് plus or minus 7. ഇനി എന്താ ചെയ്യാ? x minus 20 is equal to positive 7 എടുക്കാം. x minus 20 is equal to 7 എന്ന് എടുക്കാം. അപ്പോൾ x എത്ര വരും? 7 plus 20. x equal to 27 എന്ന് വരും. x equal to 27. x minus 20 27 വരും. ഇനി x minus 20 is equal to negative 7 എടുക്കാം. negative 7 എടുത്താൽ x equal to negative 7 ഇങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവ് ആവും പ്ലസ് 20. അപ്പോൾ എത്ര വരും? 20 minus 7 എത്ര വരും? 13. അപ്പോൾ എക്സിന് രണ്ട് വിലകൾ കിട്ടി. ഒന്ന് 27, ഒന്ന് 13. അപ്പോൾ എക്സ് ലെങ്ത് 27 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്ര വരും? 40 minus 27 13 വരും. അപ്പോൾ ലെങ്ത് 27 ഉം ബ്രെഡ്ത്ത് 48 എടുക്കുക. 40 minus 27 13 വരും. അപ്പോൾ ലെങ്ത് 27 ഉം ബ്രെഡ്ത്ത് 30 സെന്റിമീറ്റർ. അപ്പോൾ ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ ഈസ് 27 സെന്റിമീറ്റർ and breadth is 13 centimeter. Length is equal to 27 centimeter and breadth is equal to 30 centimeter. മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പെരിമീറ്റർ 80 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഈ ബ്രെഡ്ത്ത് 40 മൈനസ് എക്സ് കിട്ടുന്നത്. പിന്നെ ഏരിയ എത്ര തന്നിട്ടുണ്ട്? 351 തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് എക്സ് എടുത്താൽ ബ്രെഡ്ത്ത് 40 മൈനസ് എക്സ് കിട്ടും. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. റെക്ടാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. എക്സ് ഇൻറ്റു 40 മൈനസ് എക്സ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഫസ്റ്റ് ടേം നെഗറ്റീവ് വന്നതുകൊണ്ട് അല്ലേ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫോർമുല ജനറൽ ഫോർമുല എന്താ? ax² + bx + c ആണ്. x² ആദ്യം എഴുതണം. അപ്പോൾ ഇത് നെഗറ്റീവ് വന്നതുകൊണ്ട് ഈ മൂന്ന് ടേമിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നെഗറ്റീവ്, ഇത് നെഗറ്റീവ് ആവും, ഇത് പോസിറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും. ഇനി ഇവിടെ -40 എക്സിന്റെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 40 യുടെ പകുതി 20, 20 യുടെ സൈഡ് 400 രണ്ട് സൈഡ് ആഡ് ചെയ്യുക. അപ്പോൾ വരും x - 20 + ±7 വരും. x 27 വരും, ലെങ്ത് 27, ബ്രെഡ്ത്ത് 30 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, sixth term of an arithmetic sequence is 46. Sixth term of an arithmetic sequence is 46. Its common difference is 8. Sixth term of an arithmetic sequence is 46.
its common difference is 8. Sixth term 46. Common difference D is equal to 8. Sixth term. അപ്പോൾ നിങ്ങൾ അരിത്തമെറ്റിക്സ് ഒക്കെ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ടേം എ എന്ന് എടുക്കുക, സെക്കൻഡ് ടേം എ പ്ലസ് ഡി എന്ന് എടുക്കണം, തേർഡ് ടേം എ പ്ലസ് 2d, ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം എ പ്ലസ് 2d, ഫോർത്ത് ടേം എന്താ വരിക? എ പ്ലസ് 3d, ഫോർത്ത് ടേം. ഫിഫ്ത്ത് ടേം എ പ്ലസ് 4d. ഇതാണ് ഫിഫ്ത്ത് ടേം. അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 5 ടേംസ് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d, എ പ്ലസ് 4d. അപ്പോൾ ഇതാണ് ഫിഫ്ത്ത് ടേം. അപ്പോൾ ഇനി സിക്സ്ത് ടേം ആണ് തന്നിരിക്കണം. സിക്സ്ത് ടേം എന്ത് വരും? എ പ്ലസ് 5d. നിങ്ങൾ ഇവിടെയൊക്കെ എക്ക് പകരം എഫ് ആണ് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ എഫ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എഫ് ആക്കി മാറ്റാം. എഫ് എ പ്ലസ് ഡി എന്ന് വരും. നിങ്ങൾ ഫസ്റ്റ് ടേമിന് ഇവിടെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. അപ്പോൾ എ ഫസ്റ്റ് ടേം, ഡി കോമൺ ഡിഫറൻസ് എ പ്ലസ് 5d. ഇത് സിക്സ്ത് ടേം ആണ് കേട്ടോ. അപ്പോൾ എ എന്നുള്ളത് ഫസ്റ്റ് ടേം ആണ്. എ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം. നിങ്ങൾ ഇതിന് പകരം എഫ് ആണ് പഠിച്ചിരുന്നത്, അതാണ് എഴുതാറാക്കുന്നത്. അപ്പോൾ സിക്സ്ത് ടേം എന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് 5d ഈസ് ഈക്വൽ ടു 46. നിങ്ങൾ ഇവിടെ ഫസ്റ്റ് ടേമിന് എക്ക് പകരം എഫ് ആണ് പഠിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മുടെ എഫ് പ്ലസ് 5d എഴുതാൻ കാരണം. ഇതാണ് സിക്സ്ത് ടേം 46. ഇനി എഫ് പ്ലസ് 5 ഇൻറ്റു ഡി എത്ര? 8 ഈസ് ഈക്വൽ ടു 46. എഫ് പ്ലസ് 40 ഈസ് ഈക്വൽ ടു 46. എഫ് ഈസ് ഈക്വൽ ടു 46 മൈനസ് 40. ഈ 40 കൊണ്ട് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 6 എന്ന്. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് വാട്ട് ഈസ് 16th ടേം ആണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2023 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നിട്ടുണ്ട്, സിക്സ്ത് ടേം ഓഫ് an arithmetic sequence is 46 and its common difference is 8. അതായത് ഒരു അരിത്തമെറ്റിക് സമാന്തര ശ്രേണിയുടെ ആറാം പദം 46 തന്നിട്ടുണ്ട്, പൊതുവ്യത്യാസം 8 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ എന്താ കാണാൻ പറയുന്നത് അറിയോ? വാട്ട് ഈസ് 16th ടേം ആണ്, 16ാമത്തെ പദം എന്ത്? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ഈ സിക്സ്ത് ടേം എന്ന് പറഞ്ഞാൽ എ പ്ലസ് 5d, നിങ്ങൾ എഫ് ആണ് പഠിച്ചിരിക്കുന്നത്. എഫ് പ്ലസ് 5d 46 എഴുതുക, അങ്ങനെ എഫ് കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് ടേം 6 കിട്ടി. ഫസ്റ്റ് ടേം 6ഉം കോമൺ ഡിഫറൻസ് 8 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എഫ് നമ്മൾ കണ്ടുപിടിച്ചതാണ്. നിങ്ങളോട് കാണാൻ പറ്റുന്ന രണ്ട് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് 16th ടേം ആണ്, 16ാമത്തെ പദം എന്ത്? ടേം ഇതേപോലെ എഴുതാണെങ്കിൽ 16th ടേം എന്ത് വരും? ഇത് ആറാമത്തെ പദമാണ്. സിക്സ്ത് ടേം ആണ് എ പ്ലസ് 5d. അപ്പോൾ 16th ടേം എന്ന് പറഞ്ഞാൽ എത്ര വരും? എഫ് പ്ലസ് 15d വരും. 16th ടേം വരും എഫ് പ്ലസ് 15d വരും. ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എഫ് അറിയാം എത്രയാണ്? 6 പ്ലസ് 15 ഇൻറ്റു ഡി എത്ര? 8. ഈ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് അഡീഷൻ ചെയ്യാവൂ. ഈക്വൽ ടു 6 പ്ലസ് എത്ര? 120 അല്ലേ? 126. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ 16th ടേം. അപ്പോൾ 16th ടേം എന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് 15d ആണെന്ന് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? 20th ടേം ആണെങ്കിലോ എഫ് പ്ലസ് 19a. മനസ്സിലായോ? 60ാമത്തെ പദമാണെങ്കിലോ 60th ടേം ആണെങ്കിലോ എഫ് പ്ലസ് 59a. 60 ഒന്ന് കുറയ്ക്കുക, 59a. അപ്പോൾ ഇവിടെ നമുക്ക് 16th ടേം എഫ് പ്ലസ് 15d ആണ്. അപ്പോൾ 126 എന്ന് കിട്ടും. ഇനി അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്.
ഫൈൻഡ് ഈസ് 21st ടേം. 21ാമത്തെ പദം എന്ത്? 21ാമത്തെ പദം എന്ത് എന്നാണ് ചോദിക്കുന്നത്. 21st ടേം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ടേം ആണ് കാണപ്പെടുന്നത്. ഈക്വൽ ടു എത്ര വരും? എഫ് പ്ലസ് ഇത് വരും 21 നിന്ന് 1 കുറയ്ക്കുക 20d. 20 into d ഈക്വൽ ടു എഫ് 6 ആണ്. 6 പ്ലസ് 20 into 8. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം അഡീഷൻ ചെയ്യുക. 6 പ്ലസ് 160 ഇത് വരും 166 അല്ലേ? 166. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.